പട്ടാമ്പിയിലും കോൺഗ്രസിന് വിമതൻ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പട്ടാമ്പി വിമതനായി മത്സരിക്കും. റിയാസ് മുക്കോളിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആണ് പ്രതിഷേധം. പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് ഷാഫി പട്ടാമ്പി പറഞ്ഞു. പട്ടാമ്പിയിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പൊതുസമൂഹത്തിനും പട്ടാമ്പിയിലെ ജനങ്ങൾക്കും വളരെ വ്യക്തമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പട്ടാമ്പിയിലെ പൊതുസമൂഹത്തിനെയും പത്രമാധ്യമങ്ങളെയും അറിയിക്കാനാണ് തീരുമാനം. ഇപ്പോൾ ആദ്യമായി ഇന്ന് എൻ്റെ നാട്ടിൽ നിന്നും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും മുന്നോട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് മാത്രം അറിയിച്ചു കൊള്ളുകയാണ്. തീർച്ചയായും വൈകുന്നേരത്തോടു കൂടി വളരെ വ്യക്തമായ കൃത്യതയുള്ള ഒരു ഉത്തരവുമായിട്ട് ഞങ്ങൾ പട്ടാമ്പിയുടെ ജനമനസ്സുകളുടെ മുന്നിലേക്ക് വരും. തീർച്ചയായിട്ടും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇതാ പ്രജിത് കോങ്ങാടാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രത്യേകിച്ച് പട്ടാമ്പി മണ്ഡലത്തിലും ഇപ്പോൾ കോൺഗ്രസിന് വിമതൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രജിത്ത്, ഈ വിമതന്റെ സ്ഥാനാർത്ഥിത്വം അത് ഏത് തരത്തിലായിരിക്കും അവിടെ ബാധിക്കുക? ഹലോ പ്രജിത്ത്, ഷാഫി പട്ടാമ്പി മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ അത് അവിടുത്തെ മത്സരത്തിൽ കോൺഗ്രസിനെ ഏത് തരത്തിൽ ബാധിക്കാനാണ് സാധ്യത? അതായത് അഭിലാഷെ, കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് വിട്ട് V4 പട്ടാമ്പി എന്ന സംഘടന രൂപീകരിക്കുകയായിരുന്നു TP ഷാജി. അത് രൂപീകരിച്ചതിന് ശേഷം CPM-നോടൊപ്പം ചേർന്ന് കഴിഞ്ഞ തവണ പട്ടാമ്പി നഗരസഭയിൽ വൈസ് ചെയർമാൻ ആവുകയും അതിനുശേഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ പട്ടാമ്പി നഗരസഭയിലെ ചെയർമാനുമാണ് TP ഷാജി. പക്ഷേ അവിടെ പ്രാദേശിക നേതൃത്വം യൂത്ത് കോൺഗ്രസിനും അതേ പ്രാദേശിക നേതൃത്വ കോൺഗ്രസിലെ ഒരു വിഭാഗക്കാർക്ക് റിയാസ് മുക്കോളി, അതായത് കഴിഞ്ഞ തവണയും പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിച്ച റിയാസ് മുക്കോളി എന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഷാഫി പട്ടാമ്പി മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഷാഫി പട്ടാമ്പി അവിടുത്തെ യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റാണ്. അതിനുള്ള തർക്കങ്ങൾ തീർക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നു വരികയാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് പ്രജിത്ത് നൽകിയത്.